Good morning. Share ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ അല്ലേ നിങ്ങൾക്ക്? അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയായിരുന്നു പറഞ്ഞത്? പർച്ചേസിംഗ് പ്രൊസീജിയർ വരെയായിരുന്നു അല്ലെ? എന്തൊക്കെയാണ് പർച്ചേസിംഗ് പ്രൊസീജിയർ, അതിന്റെ ഓരോ പോയിന്റ്സ് വരെയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലെ പോയിന്റ്. ഇനി അതിൽ തന്നെ വീണ്ടും നമ്മൾ അത് ഷോർട്ട് ചെയ്ത് പറഞ്ഞേക്കുന്നതാണ്. നോക്കിയേ, എൻറ്റയർ പർച്ചേസിംഗ് പ്രൊസീജിയർ ഡിവൈഡഡ് ഇൻടു 3. മൊത്തത്തില് നമ്മൾ പർച്ചേസിംഗ് പ്രൊസീജിയറിനെ നമുക്ക് മൂന്ന് ആയിട്ട് നമുക്ക് തിരിക്കാം. ഏതൊക്കെയാന്ന് നോക്കിയേ, പ്രീ പർച്ചേസിംഗ് സിസ്റ്റം. പ്രീ പർച്ചേസിംഗ് സിസ്റ്റം പർച്ചേസിന് മുന്നുള്ള സംവിധാനം. അടുത്തത് ഓർഡറിംഗ് സിസ്റ്റം. ഓർഡർ പേജ് നമ്പർ എത്രയാണ് നിങ്ങളുടെ? ഞാനിവിടെ ഷെയർ ചെയ്തിരിക്കുന്നതിന് 108 ആണ്, 108 ആണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ എത്രയാണെന്ന് നോക്കിയേ പേജ് നമ്പർ. ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. 92. സോപ്പറിലേക്ക് കിട്ടേണ്ട 92 ആണ് കേട്ടോ. മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ 92, പേജ് നമ്പർ 92. ഓക്കെ, അപ്പൊ നമ്മൾ പർച്ചേസിംഗ് പ്രൊസീജിയറിനെ നമുക്ക് മൂന്നായി തിരിക്കാന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? പ്രീ പർച്ചേസ് സിസ്റ്റം, പർച്ചേസിന് മുന്നുള്ള സംവിധാനം. രണ്ടാമത്തെയാണ് ഓർഡറിംഗ് സിസ്റ്റം. മൂന്നാമത്തെ പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റം. മൂന്നാമത്തെ എന്താ? പർച്ചേസിംഗിന് ശേഷമുള്ള സംവിധാനം, പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റം. ഇനി അതിൽ ഏതൊക്കെയാന്ന് നോക്കിയേ. പ്രീ പർച്ചേസിംഗ് സിസ്റ്റത്തിൽ വരുന്ന എന്താ? നമ്മൾ പറഞ്ഞത് തന്നെ ഒന്ന് ഷോർട്ട് ചെയ്ത് പറയുന്ന കേട്ടോ. പർച്ചേസ് റിക്വസിഷൻ കൊടുക്കുന്നു, പർച്ചേസ് എൻക്വയറി, റിസർവിംഗ് ദ കൊട്ടേഷൻ. റിസർവിംഗ് അല്ല കേട്ടോ, അവിടെ റിസീവിംഗ് ആണ് കേട്ടോ. ടെക്സ്റ്റ് ഒന്ന് കറക്റ്റ് ആയിട്ട് നോക്കിയേ. റിസീവിംഗ് ദ കൊട്ടേഷൻ, റിസീവിംഗ്, RECEIVING. കൊട്ടേഷൻസ് സ്വീകരിക്കുന്നു. ആൻഡ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, കൊട്ടേഷൻസ് കമ്പയർ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങള് പ്രീ പർച്ചേസ് സിസ്റ്റത്തിൽ വരുന്നതാണ്. മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഏതൊക്കെയാണ്? പർച്ചേസ് റിക്വസിഷൻ, പർച്ചേസ് എൻക്വയറി, റിസീവിംഗ് ദ കൊട്ടേഷൻ, കൊട്ടേഷൻസ് റിസീവ് ചെയ്യുന്നു. എന്നിട്ട് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, ആ കൊട്ടേഷൻസ് തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അത്രയും പ്രീ പർച്ചേസ് സിസ്റ്റത്തിന് മുന്നിൽ വരുന്നതാണ്. അടുത്തതാണ് ഓർഡറിംഗ് സിസ്റ്റം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഏതാണോ നമുക്ക് ബെറ്റർ അല്ലെ, ഏത് കൊട്ടേഷൻ ആണോ നമുക്ക് ഓക്കെ ആയിട്ടുള്ളത് അത് നമ്മൾ ഓർഡർ ചെയ്യാൻ അടുത്തത്. പ്രിപ്പറേഷൻ ഓഫ് പർച്ചേസ് ഓർഡർ ആൻഡ് ഫോളോ അപ്പ്. പർച്ചേസ് ഓർഡർ തയ്യാറാക്കുന്നു, ഫോളോ അപ്പുകൾ, അത് തുടർന്നുള്ള കാര്യങ്ങള്. Preparation of purchase order and follow up. Then post purchasing system. Post purchasing system receiving of material, inspection and payment of bill. Undo എന്താ? മെറ്റീരിയൽ റിസീവ് ചെയ്യുന്നു, then അത് പരിശോധന നടത്തുന്നു, ഇൻസ്പെക്ട് ചെയ്യുന്നു, പരിശോധിക്കുന്നു, ആൻഡ് പേയ്മെന്റ് ഓഫ് ബിൽ. എല്ലാം ഓക്കെ ആയി കഴിയുമ്പോൾ ബില്ല് പേ ചെയ്യുന്നു. അങ്ങനെ മൂന്ന് രീതിയിൽ നമ്മൾ ആ കഴിഞ്ഞ പാരഗ്രാഫ് F വരെയുള്ള പോയിന്റ്സ് പറഞ്ഞില്ലേ, അതിനെ ഒന്ന് ഷോർട്ട് ചെയ്ത് പറഞ്ഞേക്കുന്നതാണ്. അത് മൊത്തത്തില് പർച്ചേസിംഗ് പ്രൊസീജിയറിനെ നമുക്ക് മൂന്ന് ആയിട്ട് തിരിക്കാം. പ്രീ പർച്ചേസ് സിസ്റ്റം, ഓർഡറിംഗ് സിസ്റ്റം, പോസ്റ്റ് പർച്ചേസ് സിസ്റ്റം. പ്രീ പർച്ചേസ് സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നു? പർച്ചേസ് റിക്വസിഷൻ കൊടുക്കുന്നു, പർച്ചേസ് എൻക്വയറി നടത്തുന്നു, റിസീവിംഗ് കൊട്ടേഷൻസ് റിസീവ് ചെയ്യുന്നു, കൊട്ടേഷൻസ് തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ഇനി അടുത്ത ഓർഡറിംഗ് സിസ്റ്റത്തിലോ ആ പർച്ചേസ് ഓർഡർ, അപ്പൊ ഏത് കൊട്ടേഷൻ ആണ് നമുക്ക് ബെറ്റർ ഓക്കെ എന്ന് തോന്നി നമ്മൾ അത് എന്ത് ചെയ്യുന്നു? ഓർഡർ കൊടുക്കുന്നു, പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു, ഫോളോ അപ്പുകള്. പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റം, പർച്ചേസിന് ശേഷമുള്ളത് സമ്പ്രദായം. മെറ്റീരിയൽസ് നമ്മൾ റിസീവ് ചെയ്യുന്നു, റിസീവ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ ഇൻസ്പെക്ട് ചെയ്യുന്നു, പരിശോധിക്കുന്നു, പേയ്മെന്റ് നടത്തുന്നു. ക്ലിയർ അല്ലേ അത്? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്. ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞല്ലോ, ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്താ? ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമ്മൾ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ വിലപിടിപ്പുള്ള എക്യുപ്മെന്റ്സ് ആണ് അല്ലെ. ഹോസ്പിറ്റലിലെ സ്ഥിര ആസ്തികളാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. ലോങ് ലാസ്റ്റിംഗ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്, അതാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്. ഷോർട്ട് ചെയ്തൊന്നും വേണ്ടി നോട്ട് ചെയ്തോ കേട്ടോ അവിടെ. ലോങ് ലാസ്റ്റിംഗ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്, ദീർഘകാലം നിൽക്കുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, അതാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, സ്കാനേഴ്സ്
എക്സ്റേ മെഷീൻ, അതുപോലെ തന്നെ നമുക്ക് ഡയാലിസിസ് മെഷീൻ, വെന്റിലേറ്റർ, ഇതൊക്കെ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എപ്പോഴെപ്പോഴും നമ്മൾ വാങ്ങേണ്ടത്. എപ്പോഴെപ്പോഴും വാങ്ങോ? ഇല്ല അല്ലെ? ഫിക്സ്ഡ് അസറ്റ് ആണ്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അത് സ്ഥിര ആസ്തിയാണ്, ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്നതല്ല അല്ലെ? അത് വളരെ വിലപിടിപ്പുള്ളതാണ്. ഇതാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്. ലോങ് ലാസ്റ്റിംഗ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്, ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്. അപ്പൊ ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളും അങ്ങനെയല്ലേ? ഒരു നമ്മുടെ വീട്ടിലാണെങ്കിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ വേറെ പറഞ്ഞൊരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ഒരുപാട് ആലോചിക്കേണ്ട ആവശ്യമില്ല അല്ലെ? നമ്മൾ പറയും പോവുകയാണെങ്കിൽ പോട്ടെ, 10 രൂപയല്ലേ, അല്ലെ 50 രൂപയുടെ കാര്യമല്ലേ എന്ന് പറയും. എന്നാൽ ആ സമയത്ത് ഒരു 50,000 രൂപ കൊടുത്തൊരു സാധനം വാങ്ങുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കൂലേ അല്ലെ? ഒന്നുകൂടി നമ്മൾ ആലോചിച്ച് അതൊക്കെ ഒന്നുകൂടി അന്വേഷിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ അത് ചെയ്യുന്നത്. അത് എപ്പോഴെപ്പോഴും വാങ്ങുന്നതല്ല. ഇപ്പൊ നമ്മളൊരു വാഷിംഗ് മെഷീൻ മേടിച്ചു, നമ്മളത് ഒരെണ്ണം മതി നമുക്ക് അല്ലെ? അപ്പൊ എപ്പോഴെപ്പോഴും നമ്മൾ വാങ്ങുന്ന സാധനമല്ല. അത് വാങ്ങുമ്പോൾ കുറച്ചും കൂടി നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകൂടെ കെയർ ചെയ്യും, ഒന്നുകൂടി ആലോചിച്ച് ഏത് കമ്പനിയാണ് ഏറ്റവും നല്ലത്, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളത്, വലിയ കേടൊന്നും ഇല്ലാത്തത്, അതിനൊക്കെയൊക്കെ നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽ അത് അന്വേഷിച്ചതിന് ശേഷം നമ്മൾ അത് പർച്ചേസ് ചെയ്യുള്ളൂ. പിടിയുന്ന പെട്ടെന്ന് നമ്മൾ ചെയ്യുന്ന കാര്യമല്ല. ഇവിടെ നോക്കി, ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമ്മൾ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലോങ് ലാസ്റ്റിംഗ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്സ് ആണ്. വെന്റിലേറ്റർ, ഡയാലിസിസ് മെഷീൻ, സ്കാനർ, പിന്നെ അതുപോലെ തന്നെ റേഡിയോളജിയിലൊക്കെയാണ് ഉപയോഗിക്കുന്ന CT സ്കാനർ അല്ലെ? അങ്ങനെ അതൊക്കെ നമുക്ക് അൾട്രാസൗണ്ട് സ്കാനർ, ഇതെല്ലാനും എന്താണ്? ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിന് എക്സാമ്പിൾസ് ആണ്. അപ്പൊ നോക്കിയേ അത് എന്തൊക്കെയാണ് നോക്കിയേ. മേജർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിലെ ഒരു പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലെ? അതായത് ഹോസ്പിറ്റലിലെ പ്രധാന നിക്ഷേപമാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിലെ പ്രധാന നിക്ഷേപമാണ്, വളരെ വില കൂടിയതാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, ഇടയ്ക്കിടയ്ക്ക് പർച്ചേസ് ചെയ്യുന്നതല്ല. ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? ഹോസ്പിറ്റലിന്റെ പ്രധാന നിക്ഷേപമാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്. നോൺ റിപ്പീറ്റേറ്റീവ് പർച്ചേസ്, അത് ആവർത്തിക്കാത്തതാണ് അല്ലെ? ആവർത്തിക്കാത്ത പർച്ചേസ്. ഒരു വെന്റിലേറ്റർ മേടിച്ചു, പിന്നെ അടുത്ത പേഷ്യന്റ് ഉപയോഗിക്കാൻ വേറെ വെന്റിലേറ്റർ വാങ്ങുമോ? വേണ്ടല്ല അല്ലെ? ഒരെണ്ണം ഉണ്ടെങ്കിൽ ഒത്തിരി പേഷ്യൻസ് ഉപയോഗിക്കാം, അത് ഒത്തിരി നാൾ നിൽക്കുന്നതുമാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. അതാണ് പറഞ്ഞേക്കുന്നത്. അവിടെ നോക്കിയേ, നോട്ട് റിപ്പീറ്റേറ്റീവ് പർച്ചേസ്, റിപ്പീറ്റ് ചെയ്യുന്നതല്ല, ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്ന കാര്യമല്ല, ആവർത്തിക്കാത്തതാണത്. അതായത് ഒരു പ്രാവശ്യം വാങ്ങിച്ചു അത് മതിയത്, അത് ഹോസ്പിറ്റലിൽ സ്ഥിര ആസ്തിയാണ്, എന്നും മുതൽക്കൂട്ടായിട്ട് നിൽക്കുന്നതാണ് അല്ലെ? അതാണ് നോട്ട് റിപ്പീറ്റേറ്റീവ് പർച്ചേസ്, ആവർത്തിക്കാത്ത പർച്ചേസ് ആണ്. Then include the major operations of the hospital. ഹോസ്പിറ്റലിലെ പ്രധാന പ്രവർത്തനങ്ങൾ അതിൽ ഉൾപ്പെടുന്നു. Includes the major operations of the hospital. ഹോസ്പിറ്റലിലെ പ്രധാന പ്രവർത്തനങ്ങൾ അതിൽ ഉൾപ്പെടുന്നു. അതായത് ക്യാപിറ്റൽ എക്യുപ്മെന്റ്, അതുകൊണ്ടാണ് ഹോസ്പിറ്റലിലെ പ്രധാന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നു. In the case of financial or accounting terms, the capital equipment is called a fixed asset. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ടേംസിൽ നമ്മൾ പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് കോൾഡ് ഫിക്സ്ഡ് അസറ്റ്, സ്ഥിര ആസ്തിയാണ്. ഹോസ്പിറ്റലിലെ സ്ഥിര ആസ്തിയാണ് ഇത് ക്യാപിറ്റൽ എക്യുപ്മെന്റ്. ഫിക്സ്ഡ് അസറ്റ് ആണ്, സ്ഥിര ആസ്തികളാണ്. അപ്പൊ അത്രയാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഹോസ്പിറ്റലിലെ മേജർ ഇൻവെസ്റ്റ്മെന്റ് ആണ്, പ്രധാന നിക്ഷേപമാണ്, അത് ആവർത്തിക്കാത്ത പർച്ചേസ് ആണ്, ഹോസ്പിറ്റലിലെ പ്രധാന പ്രവർത്തനങ്ങൾ അതിൽ ഉൾപ്പെടുന്നു. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ടേംസിൽ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞ എന്താണ്? ഇസ് കോൾഡ് ഈസ് എ ഫിക്സ്ഡ് അസറ്റ്, സ്ഥിര ആസ്തികളാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. പേജ് നമ്പർ എത്രയാണ് നമ്മൾ പറഞ്ഞേ? 92 എന്നാണോ പറഞ്ഞത്? 92. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റ് കൺസിസ്റ്റ് ഓഫ് 5 പോയിന്റ്സ്. അതൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റിനെ നമ്മൾ 5 ഇതായിട്ടാണ് പറഞ്ഞേക്കുന്നത്. 5 പോയിന്റ്സ് ആണ് ഉൾപ്പെടുന്നത്. അതിനകത്ത് നോക്കിയേ, പ്ലാനിങ് ഫോർ ദ എക്യുപ്മെന്റ്, എക്യുപ്മെന്റ്സിനായിട്ടുള്ള പ്ലാനിങ്, ആസൂത്രണം.
Purchasing of equipment, equipments purchase ചെയ്യുന്നു. Then maintenance of equipments, equipmentsന്റെ maintenance, പരിപാലന കാര്യങ്ങള്. Utilization of equipment, equipmentsന്റെ ഉപയോഗം. Then last എന്താ? Discarding, discard ചെയ്യാന്ന് വെച്ചാൽ എന്താ? അതിനെ ഉപേക്ഷിക്കുക അല്ലെ കളയുക. Discarding of equipments, equipment ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ എന്താണ് 5 points questions എങ്ങനെയാ വരുന്നതെന്നാണോ? ഓക്കെ, ഇതിനകത്ത് എങ്ങനെയാണ് ചോദിക്കാം? ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റ് കൺസിസ്റ്റ് ഓഫ് ഡാഷ്, എത്രയായിട്ടാണ് പറഞ്ഞേക്കുന്നത്? അതിനകത്ത് 5 നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനകത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റ്, അങ്ങനെയും ചോദിക്കാം. ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാ? പ്ലാനിങ്, ഒന്നാമത്തെ എക്യുപ്മെന്റ്സിനായിട്ടുള്ള ആസൂത്രണം, പിന്നെ രണ്ടാമത്തെ പർച്ചേസിങ്, മൂന്നാമത്തെ മെയിൻ്റെനൻസ്, നാലാമത്തെ എക്യുപ്മെന്റ്സിന്റെ യൂട്ടിലൈസേഷൻ, അഞ്ചാമത്തെ ഡിസ്കാർഡിങ്. അതായത് അതിന്റെ എക്യുപ്മെന്റ്സിന്റെ ആയുഷ്കാലത്തിന് ശേഷം നമ്മൾ ഇൻക്ലൂഡഡ് അല്ലാത്തതും തരും. ഓക്കെ, ഇൻക്ലൂഡ് ചെയ്യണത് ഏതാന്ന് പറഞ്ഞാൽ 5 ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു വെക്കുക. അപ്പൊ ഇൻക്ലൂഡ് ചെയ്യണത് ഏതാന്ന് പറഞ്ഞ ഓപ്ഷൻസ് നോക്കിയിട്ട് ആൻസർ ചെയ്യണം. അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റ്, അല്ലാതെ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിച്ചാലും നമ്മൾ 5 പഠിച്ചു വെച്ചാൽ നമുക്കറിയാലോ ഏത് രീതിയിലാണെങ്കിലും പറയാം. ജസ്റ്റ് ഇത് നോക്കിയാൽ പ്ലാനിങ്, പർച്ചേസിങ്, മെയിൻ്റെനൻസ്, യൂട്ടിലൈസേഷൻ, ദെൻ ഡിസ്കാർഡിങ്. അതിന്റെ ആയുഷ്കാലത്തിന് ശേഷം നമ്മളത് സ്ക്രാപ്പ് ആയിട്ട് കളയില്ല, അതിനെ ഡിസ്കാർഡ് ചെയ്യുന്നില്ലേ, അതാണ് ലാസ്റ്റത്തെ. ജസ്റ്റ് ആ പോയിന്റ്സ് മാത്രം ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇനി അതിന്റെ കീഴിൽ വീണ്ടും സബ് പോയിന്റ്സ് ആയിട്ട് കീഴിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. ഇനി ഓരോന്നും അതിന്റെ ഡീറ്റെയിലാ കൊടുത്തേക്കുന്നത്. പ്ലാനിങ്, പർച്ചേസിങ്, മെയിൻ്റെനൻസ്, യൂട്ടിലൈസേഷൻ, ഡിസ്കാർഡിങ്. Then planning of the equipment, equipmentsനായിട്ടുള്ള ആസൂത്രണം. എന്തൊക്കെയാണ് പ്ലാനിങ്? എന്താണ്? To choose the alternative and select the best one. അല്ലെ, നമ്മൾ എന്താണ് പല മാർഗങ്ങൾ ഉണ്ടാവും. നമുക്ക് എക്യുപ്മെന്റ്സ് നമുക്ക് കിട്ടുന്ന പല മാർഗങ്ങൾ ഉണ്ടാവും. അതില് നമ്മൾ എന്ത് ചെയ്യുന്നു? സെലക്ട് ദ ബെസ്റ്റ് വൺ. ഏറ്റവും ബെസ്റ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യുന്നു. അതാണ് to choose the alternatives and select the best one. പല മാർഗങ്ങളിലൂടെ നമ്മൾ ഏറ്റവും മികച്ച എക്യുപ്മെന്റ്സ് ചൂസ് ചെയ്യുന്നു. അതാണ് ഒന്നാമത്തെ പ്ലാനിങ്. രണ്ടാമത്തെ പർച്ചേസിംഗ് ആൻഡ് എക്യുപ്മെന്റ്. ഒരു എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യുന്നത്, ആ എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യുന്നതുമായി സംബന്ധിച്ച് 9 സ്റ്റെപ്സുകൾ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 9 മേജർ സ്റ്റെപ്സ് ഫോർ പർച്ചേസിംഗ് എ ക്യാപിറ്റൽ എക്യുപ്മെന്റ്. ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് നമ്മൾ പറഞ്ഞല്ലോ സ്ഥിരാസ്തികളാണ്, വിലപിടിപ്പുള്ള വസ്തുക്കളാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്. അത് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 9 സ്റ്റെപ്സ്, 9 സ്റ്റെപ്സുകളായിട്ടാണ് അവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. അതിന്റെ ഓരോന്നിന്റെയും കീഴില് സബായിട്ട് പഠിക്കും വരുന്നുണ്ട്. രണ്ടാമത്തെ പർച്ചേസിംഗ് ഓഫ് എക്യുപ്മെന്റ്സ്, അതില് എത്രയാ 9 സ്റ്റെപ്പുകളായിട്ടാണ് വന്നേക്കുന്നത്. ടു ഫോർകാസ്റ്റ് ഡിമാൻഡ്. ആദ്യം എന്താണ്? നിങ്ങൾ ഇതൊക്കെ ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. അത് നമ്മൾ ബൈഹാർട്ട് ചെയ്യാതെ നമ്മൾ അതിന്റെ എന്താണ് മീനിങ് എന്ന് മനസ്സിലാക്കി വെക്കാം. ആദ്യം എന്താണ്? പേജ് നമ്പർ 92 കേട്ടോ. ടു ഫോർകാസ്റ്റ് ഡിമാൻഡ് നമ്മൾ മുൻകൂട്ടി കാണുന്നു. ആദ്യം നമ്മളൊരു സാധനമാണെങ്കിലും നമ്മള് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ ഡിമാൻഡ് നമ്മൾ ആദ്യം മുൻകൂട്ടി കാണുന്നു. അങ്ങനെ ഒരു ഓർഡറിൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ടു ഫോർകാസ്റ്റ് ദ ഡിമാൻഡ്, ഡിമാൻഡ് മുൻകൂട്ടി കാണുന്നു. അടുത്തത് എന്താ? ഇനി നമുക്ക് അത് മേടിക്കാനുള്ള ഫണ്ട് വേണം. രണ്ടാമതിൽ വരുന്നതാണ് സോഴ്സ് ഓഫ് ഫണ്ട്. ഇനി ഹോസ്പിറ്റലിലെ ഫണ്ടിന്റെ സോഴ്സുകൾ എവിടെ നിന്നാണ്? ഉറവിടങ്ങള് ലോൺ ആവാം, ലോൺസ്, ഡിപ്രീസിയേഷൻ ഫണ്ട്. അതായത് ഒരു ഹോസ്പിറ്റലിലല്ല നമ്മൾ പറയുന്നത്. അതായത് ഹോസ്പിറ്റലില് എന്തെങ്കിലും ഒരു പുതിയ ആസ്തികൾ വാങ്ങാൻ ആ ഹോസ്പിറ്റല് നീക്കി വെക്കുന്ന ഫണ്ടാണ് ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. An amount of money that a hospital has available to buy a new asset. പുതിയ ആസ്തികൾ വാങ്ങാൻ അതിനൊരു ഫണ്ട് ഉണ്ടാവും.
പുതിയ എക്യുപ്മെന്റ്സുകളൊക്കെ വാങ്ങാൻ ഹോസ്പിറ്റലിൽ ഒരു ഫണ്ട് ഉണ്ടാവും. അതാണ് ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. ഇനി അല്ലെങ്കിൽ നോക്കിയേ, ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, ഹോസ്പിറ്റലിൽ അക്യുമുലേറ്റ് ചെയ്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള അല്ലെങ്കിൽ ഹോസ്പിറ്റലിലുള്ള പ്രോഫിറ്റ്, ലാഭം, ഹോസ്പിറ്റലിലെ ലാഭം, ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. സ്പെസിഫിക് പർപ്പസ് ഫണ്ട്, പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഉണ്ടോ. ഇതൊക്കെയാണ് സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം എന്താ ഒന്നാമത്തെ ഇതിൽ പറയുന്നത്, നമ്മുടെ ഡിമാൻഡ് എന്താണെന്ന് മുൻകൂട്ടി കാണുന്നു. രണ്ടാമത്തെയാണ് സോഴ്സ് ഓഫ് ഫണ്ട്. ഫണ്ട് നമുക്ക് എവിടെ നിന്നാണ്, ആ ഫണ്ടിന്റെ സോഴ്സ് എവിടെ നിന്നാണ്. ഇപ്പൊ ഹോസ്പിറ്റലിൽ നമ്മുടെ ലോൺസ് പറയുന്നുണ്ട്. രണ്ടാമത്തെ ഡിപ്രീസിയേഷൻ ഫണ്ട്, അതായത് ഹോസ്പിറ്റലിൽ തന്നെ പുതിയ ആസ്തികൾ വാങ്ങാനായിട്ട് മാറ്റിവെക്കുന്ന ഫണ്ടാണ് ഡിപ്രീസിയേഷൻ ഫണ്ട്. ഹോസ്പിറ്റലിന്റെ അടിഞ്ഞു കൂടിയിട്ടുള്ള പ്രോഫിറ്റുകളാകാം, സ്പെസിഫിക് പർപ്പസ് ഫണ്ട് ആവാം, ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ടാവാം. എന്തായാലും രണ്ടാമത്തെ സോഴ്സ് ഓഫ് ഫണ്ട്, ഫണ്ടിന്റെ സോഴ്സ് നമ്മൾ നോക്കുന്നു. അടുത്തത് ഡിസിഷൻ മേക്കേഴ്സ്. ഇനി ഡിസിഷൻ എടുക്കാണ്, ഇന്ന എക്യുപ്മെന്റ്സ് വാങ്ങാം അല്ലെങ്കിൽ വാങ്ങണം എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കാണ്. ആ ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാ? ടോപ്പ് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റർ, HOD, head of the department, materials manager, finance manager, biomedical engineer. ഇവരെല്ലാവരും ഉൾപ്പെടുന്ന ഇവരാണ് ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഏത് മെറ്റീരിയൽസ് വാങ്ങണം, നമ്മൾ ആ ഫണ്ട് നമുക്ക് ആ ഫണ്ട് അതിന്റെ സോഴ്സ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഡിസിഷൻ എടുക്കാണ്. അപ്പൊ അവിടെ തീരുമാനം എടുക്കുന്നത് ആരൊക്കെയാണ്, അതൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ടോപ്പ് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റർ, HOD, മെറ്റീരിയൽസ് മാനേജർ, ഫിനാൻസ് മാനേജർ, ബയോമെഡിക്കൽ എഞ്ചിനീയർ. ഇവരെല്ലാവരുമാണ് ഡിസിഷൻ മേക്കേഴ്സ്. ഇവരെല്ലാവരും ഇന്ന മെറ്റീരിയൽസ് വാങ്ങണം എന്നുള്ള ഒരു ഡിസിഷൻ അവിടെ എടുക്കുകയാണ്. നാലാമത്തെ സപ്ലയേഴ്സ്. ഇനി സപ്ലയർമാരെ കണ്ടെത്തുന്നു. നമുക്ക് ആ എക്യുപ്മെന്റ്സ് തരുന്ന സപ്ലയർ ഇല്ലേ, അവരെ കണ്ടെത്തുന്നു, സപ്ലയേഴ്സ്. ഇനി അടുത്ത നോക്കിയേ, ഇൻഫർമേഷൻ ജനറേഷൻ. ഇൻഫർമേഷൻ ഫ്രം എക്സ്പേർട്ട് ആൻഡ് പേഴ്സൺ ഹു ഡീൽ വിത്ത് ഇറ്റ്. അതായത് അത് കൈകാര്യം ചെയ്യുന്ന വ്യക്തികള്, എക്സ്പേർട്ട്, വിദഗ്ധരിൽ നിന്നും ലഭിച്ച വിവരങ്ങള്, അതാണ് അതുമായി സംബന്ധിച്ച വിവരങ്ങള് സപ്ലയേഴ്സിനെ കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ ആ ഇൻഫർമേഷൻ ജനറേഷൻ എക്സ്പേർട്സിൽ നിന്നും അല്ലെങ്കിൽ അവരുമായിട്ട് ഡീൽ ചെയ്യുന്ന പേഴ്സൺസ്, അവരിൽ നിന്നും കളക്ട് ചെയ്ത് ശേഖരിച്ചിട്ടുള്ള ഇൻഫർമേഷൻ. അടുത്തത് നോക്കി, ആറാമത്തത് അവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തേക്കുന്നത്, ഈസ് ദ ഇൻസ്ട്രുമെന്റ് ഹെൽപ്ഫുൾ ടു അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ ഇൻസ്ട്രുമെന്റ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എന്താണ്, അത് ഒരു ഹെൽപ്ഫുൾ ആണോ? Is the instrument helpful to our institution? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന് ഹെൽപ്ഫുൾ ആണോ? ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തേക്കുന്നത്. അടുത്തത് എന്ത് ചെയ്യുന്നു? കമ്പാരിറ്റീവ് സ്റ്റഡി. കമ്പയർ ദ കൊട്ടേഷൻസ് തമ്മിൽ പരസ്പരം കമ്പയർ ചെയ്യുന്നു. ഇനി അടുത്ത് നോക്കിയേ, ഫിനാൻഷ്യൽ ടൂൾ. അത് വാങ്ങാനുള്ള ഫിനാൻഷ്യൽ ടൂൾസ്, ബഡ്ജറ്റിംഗ്, കോസ്റ്റിംഗ് തുടങ്ങിയ ഫിനാൻഷ്യൽ ടൂൾസ്. അടുത്ത് നോക്കിയേ, പർച്ചേസ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പർച്ചേസ് ചെയ്യുന്നു. പർച്ചേസ് ചെയ്തിട്ട് അതെന്ത് ചെയ്യുന്നു? ഇൻസ്റ്റോൾ ചെയ്യുന്നു. ഇൻസ്റ്റോൾ ചെയ്യുന്നു. AC ഫോർ സം എക്യുപ്മെന്റ് എന്നാണ് കേട്ടോ അത്. AC ഫോർ എക്യുപ്മെന്റ്. ചില എക്യുപ്മെന്റ്സിന് വേണ്ടിയുള്ള AC അല്ലെ, അതായത് ചില എക്യുപ്മെന്റ്സുകള് AC-യില് ആയിരിക്കണം, നോർമൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിൽ വെക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ഇൻസ്റ്റോൾ ചെയ്യുമ്പോൾ ആ റൂമില് AC ഇത് വേണം, സ്പേസ് ഓഫ് റൂം, ആ റൂമില് സ്പേസ് വേണം. പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ലൈക്ക് റഫ് വാൾസ് ഫോർ എക്സ്റേ റൂംസ്. ഇനിയിപ്പോ എക്സ്റേ റൂംസിനൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എടുക്കണം. സാധാ വാള് പോരാ, അവിടെ റഫ് വാൾ ആയിരിക്കണം. റേഡിയേഷൻസ് തൊട്ടടുത്തുള്ള ഏരിയയിലേക്കൊക്കെ പെനിട്രേറ്റ് ചെയ്ത് പോകാത്ത രീതിയിൽ എക്സ്റേ മെഷീൻസ് അതൊക്കെ വെക്കുമ്പോൾ അവിടെ റൂം അതിനനുസരിച്ച് സജ്ജീകരിക്കണം. എങ്ങനെയാ? റഫ് വാൾസ് ആയിരിക്കണം. എക്സ്റേ റൂംസിന്റെ വാൾസ് റഫ് ആയിരിക്കണം. ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കും. ഇൻസ്റ്റോൾ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ നോക്കും. അപ്പൊ നിങ്ങൾ അതിനകത്ത് മെയിൻ പോയിന്റ്സുകൾ നിങ്ങൾ 5 എണ്ണമുള്ളത് പഠിച്ചിരിക്കാം. അത് എല്ലാത്തിന്റെയും സബ് വരുന്നുണ്ട്.
ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ എല്ലാ ചാപ്റ്ററിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എക്സാമിന്. ഒരു ചാപ്റ്റർ പോലും ഇല്ലാത്ത എല്ലാ ചാപ്റ്ററിനെ കവർ ചെയ്തിട്ടുണ്ടാവും. ഒരു ചാപ്റ്ററിന് മാക്സിമം 4-5 ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നമുക്ക് ചോദിക്കുന്നത്. പിന്നെ ഇത്രയും വലിയൊരു ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്റർ ഫുള്ള് കവർ ചെയ്താൽ നമുക്ക് 4-5 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കുക. മെയിൻ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ബാക്കിയുള്ളത് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ അത് പഠിക്കണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇതൊന്ന് മനസ്സിലാക്കുക. മെയിൻ പോയിന്റ്സ് 5 നമ്മൾ പറഞ്ഞില്ലേ, അത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുക. അതിന്റെ ഓരോന്നിന്റെ സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആയോ ഞാൻ പറയുന്നത്? ഇത് ഫുള്ള് ഇതിന്റെ സബ് ബൈഹാർട്ട് ചെയ്യണ്ട. അത് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ ചാപ്റ്റർ വലിയൊരു ചാപ്റ്റർ ആണ് താനും. പിന്നെ അതിന്റെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ചില ഏരിയയിൽ നിന്ന് നമുക്ക് എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ഇതുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇതിനകത്ത് ഗൈഡിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ വരുള്ളൂ. നിങ്ങൾക്ക് എന്താ പറയാ, മെയിൻ്റെ കാര്യമില്ലേ, ഇത് ഞാനും അല്ലാത്ത ഇതായിട്ട് പറഞ്ഞത് മൊഡ്യൂൾ എക്സാംസ് ഒക്കെ ഉണ്ടല്ലോ. മെയിൻ ആയിട്ടുള്ള പോയിന്റ്സുകൾ നിങ്ങൾ അതിനകത്ത് ഇത് വായിച്ചു വെക്കുക. പിന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് പറയുന്നതും ഒന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അപ്പൊ അതിനകത്ത് ഡിസിഷൻ മേക്കേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് അതൊന്ന് നോക്കി വെച്ചേരാം. അതൊരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഈ സെക്ഷനിൽ. ടോപ്പ് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റർ, HOD, മെറ്റീരിയൽസ് മാനേജർ, ഫിനാൻസ് മാനേജർ, ബയോ മെഡിക്കൽ എഞ്ചിനീയർ. പിന്നെ ബാക്കിയുള്ളതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി അടുത്ത സി മെയിൻ്റനൻസ് ഓഫ് ദ എക്യുപ്മെന്റ്സിന്റെ മെയിൻ്റനൻസ്. ഇനി നോക്കിയേ, എന്താണ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്? സയന്റിഫിക് അപ്രോച്ച് ടു റീസ്ട്രെയിൻ. റീസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തടയുക, അതായത് കൺട്രോൾ ചെയ്യുക, തടയുക. ദ ബ്രേക്ക് ഡൗൺ ഓഫ് ആൻ എക്യുപ്മെന്റ്. ഒരു എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ആകുന്നത്, അതിന്റെ തകർച്ച, അതിനെ തടയാനുള്ള ഒരു സയന്റിഫിക് അപ്രോച്ച് ആണ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. Scientific approach to restrain the breakdown of an equipment is called maintenance. നിങ്ങൾ മെയിൻ്റനൻസ് വർക്ക് ചെയ്യാറില്ലേ? നമ്മുടെ വീട് ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റനൻസ് ചെയ്യാറില്ലേ? നമ്മുടെ എന്താ പറയാ, ടൂ വീലറാ ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റനൻസ് റിപ്പയർ ഇതിന് കൊടുക്കാറില്ലേ? എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? നമ്മളത് പൂർണ്ണമായും ചീത്തയായി പോകുന്നത് തടയാൻ ഇടയ്ക്കിടയ്ക്ക് റിപ്പയറിങ് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറില്ലേ? എന്താണ് ആ ബ്രേക്ക് ഡൗൺ ആകുന്നത്? തടയാൻ അല്ലെ? അത് തകരാറിലാകുന്നത്, ആ എക്യുപ്മെന്റ്സ് തകരാറിലാകുന്നത് തടയാൻ വേണ്ടിയുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള സമീപനമാണ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. മെയിൻ്റനൻസ് അറിയാലോ, ചെയ്യാറില്ലേ നിങ്ങൾ ഓരോന്നൊക്കെ? ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്യാറില്ലേ? എന്താ അത് ചീത്തയാവാതിരിക്കാൻ നമ്മൾ മുന്നിട്ട് ചെയ്യുന്ന കാര്യമല്ലേ? നമ്മളത് മൊത്തം ചീത്തയായി പോകാതിരിക്കാൻ നമ്മൾ മുന്നിട്ട് ചെയ്യുന്ന കാര്യമാണ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് അല്ലെ? ഇതാണ് സയന്റിഫിക് അപ്രോച്ച് ടു റീസ്ട്രെയിൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് ആൻ എക്യുപ്മെന്റ്. ഒരു എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ആകുന്നത് തടയാനുള്ള ശാസ്ത്രീയമായ സമീപനത്തെയാണ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഇവിടെ 3 ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഡിവൈഡ് ഇൻടു 3 ടൈപ്സ് ഓഫ് മെയിൻ്റനൻസ്: പ്രിവെന്റീവ് മെയിൻ്റനൻസ്, ഡിറ്റക്റ്റീവ് മെയിൻ്റനൻസ് ആൻഡ് ബ്രേക്ക് ഡൗൺ. 3 കാര്യങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഷെഡ്യൂൾഡ് ആണ്. അത് നമ്മള് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്. ഡൺ പീരിയോഡിക്കലി. ഡൺ അല്ലേ നോക്കിയ DONE എന്നാണ് കേട്ടോ. ഡൺ പീരിയോഡിക്കലി, ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്. വൺസ് ഇൻ എ ഇയർ ടു, അല്ലെ? 1-2 വർഷത്തിലൊരിക്കല് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ് പ്രിവെന്റീവ് മെയിൻ്റനൻസ്. എന്താ? അത് ചീത്തയാവാതിരിക്കാൻ വേണ്ടി എല്ലാ വർഷവും നമ്മൾ മെയിൻ്റനൻസ് ചെയ്യും. അത് 2 വർഷം കൂടുമ്പോഴും നമ്മളത് മെയിൻ്റനൻസ് ചെയ്യും. എന്നിട്ട് അത് മൊത്തം, അല്ലെങ്കിൽ നമ്മൾ കുറെ നാളായിട്ട് ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ അത് പെട്ടെന്ന് ചീത്തയായി പോകും. എന്നാൽ എല്ലാ വർഷവും മെയിൻ്റനൻസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചു കാലം കൂടി നമുക്ക് അത് ഈട് നിൽക്കും അല്ലെ? കുറച്ച് നാളും കൂടി അത് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് അങ്ങനെ മെയിൻ്റനൻസ് വർക്കുകൾ നമ്മൾ ചെയ്യാറുണ്ട്. എന്താവും, നമുക്കത് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്ക് അത് മെയിൻ്റനൻസ് ചെയ്യുന്നത്. പ്രിവെന്റീവ് മെയിൻ്റനൻസ് പറഞ്ഞാൽ ഷെഡ്യൂൾഡ് ആണ്. ഷെഡ്യൂൾഡ്, എല്ലാ വർഷവും ചെയ്യുന്നു, 2 വർഷത്തിൽ ഒരിക്കൽ ചെയ്യുന്നു. അതെങ്ങനെ? ഡൺ പീരിയോഡിക്കലി, ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്. രണ്ടാമത്തെയാണ് ഡിറ്റക്റ്റീവ് മെയിൻ്റനൻസ്.
എങ്ങനെയാന്നൊക്കെ ഡൺ ഫോർ ഫൈൻഡിങ് എ പർട്ടിക്കുലർ പ്രോബ്ലം. അതൊരു പ്രത്യേക പ്രശ്നം കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഡിറ്റക്റ്റീവ് മെയിന്റനൻസ്. Done for finding a particular problem. ഒരു പ്രത്യേക പ്രശ്നം കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഡിറ്റക്റ്റീവ് മെയിന്റനൻസ്. രാവിലെ നമ്മുടെ സ്കൂട്ടർ സ്റ്റാർട്ട് ആവുന്നില്ല അല്ലേ? സ്വിച്ച് കംപ്ലൈന്റ് ആയിരിക്കാൻ ചിലപ്പോ സ്റ്റാർട്ട് ആവുന്നില്ല, സെൽഫ് എടുക്കുന്നില്ല. അപ്പൊ നമ്മളെന്താ അതൊരു പ്രത്യേക പ്രശ്നം കണ്ടുപിടിക്കാൻ ചെയ്യുന്നതാണ് ഡിറ്റക്റ്റീവ് മെയിന്റനൻസ്. വർക്ക്ഷോപ്പിൽ അപ്പൊ നമ്മൾ മൊത്തം ചെക്ക് ചെയ്യാൻ പറയോ? ആ ടൂ വീലർ മൊത്തമായിട്ട് നമ്മൾ പറയോ നോക്കാൻ? നമ്മുടെ പർട്ടിക്കുലർ പ്രശ്നം അല്ലെ സ്റ്റാർട്ട് ആവുന്നില്ല, അതാണ് നമ്മുടെ പ്രശ്നം. അത് നമ്മൾ അതിനെ ഫോഴ്സ് ചെയ്യുന്നത് ആ ഒരു കാര്യം മാത്രം. ഒരു പർട്ടിക്കുലർ പ്രോബ്ലം എന്താണ് സ്വിച്ചിന്റെ കംപ്ലൈന്റ് ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബാറ്ററിയുടെ വല്ല പ്രശ്നമാണോ, എന്താണ് ആ പർട്ടിക്കുലർ പ്രോബ്ലം കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഡിറ്റക്റ്റീവ് മെയിന്റനൻസ്. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? ചിന്തയാവുക അല്ലെ? മെഷീൻ വിൽ ബ്രേക്ക് ഡൗൺ, വിൽ നോട്ട് വർക്ക്. ബ്രേക്ക് ഡൗൺ അങ്ങനെ മെഷീൻ വർക്ക് ചെയ്യുന്നില്ല, ഇറ്റ് നോട്ട് വർക്ക്. അപ്പൊ നമ്മൾ ചെയ്യുന്നതാണ് ബ്രേക്ക് ഡൗൺ മെയിന്റനൻസ്. ആക്ടിവിറ്റി നോട്ട് കംപ്ലീറ്റഡ്, ഐഡിയൽ ടൈം ആൻഡ് കോസ്റ്റ് ഹൈ. അത് അവിടെ പൂർത്തിയാവുന്നില്ല. അതായത് എന്താ? അതിന് വേണ്ടി ടൈമും കോസ്റ്റും കൂടുതലല്ലേ? നമ്മൾ ഒരു സ്വിച്ച് കംപ്ലൈന്റ് ആയിട്ട് നന്നാക്കാൻ കൊടുക്കുന്നതും പിന്നെ അതാവുമ്പോ പെട്ടെന്ന് നന്നാക്കി കിട്ടുകയും ചെയ്യും. നമുക്ക് ചിലപ്പോൾ ഒരു 200 രൂപ കൊണ്ട് കാര്യം കഴിയുകയും ചെയ്യും. എന്നാൽ മൊത്തം ആ ടൂ വീലർ ഒട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, മൊത്തം ചീത്തയായി. അത് നമ്മൾ നന്നാക്കാൻ കൊടുക്കുമ്പോ നമുക്ക് പെട്ടെന്ന് ഒരു മണിക്കൂറിനുള്ളിൽ അവർ ശരിയാക്കി തരുമോ? അവര് 2 ദിവസം കഴിയട്ടെ എന്ന് പറയും, അല്ലെങ്കിൽ ഒരാഴ്ച കഴിയട്ടെ എന്ന് പറയും, ആ ടൈം എടുക്കും എന്ന് പറയും. അതുപോലെ പൈസയും നോക്കി 200 രൂപയ്ക്ക് തീരും അവിടെ 10, 2000, 3000 രൂപയോളാവും മൊത്തം നമ്മൾ ചെയ്തു വരുമ്പോ അല്ലെ? കോസ്റ്റും കൂടുതലാണ്, ടൈം ആൻഡ് കോസ്റ്റ് ഹൈ. ബ്രേക്ക് ഡൗൺ മെയിന്റനൻസ് അതില് നമ്മുടെ ടൈമും കോസ്റ്റും കൂടുതലായിരിക്കും. അതായത് ആ മെഷീൻസ് ഒട്ടും വർക്ക് ചെയ്യുന്നില്ല, നോട്ട് വർക്ക്. അപ്പൊ നമ്മൾ അത് നന്നാക്കാനും എടുക്കുന്ന ടൈമും കോസ്റ്റും കൂടുതലായിരിക്കും. 3 ടൈപ്പ് മെയിന്റനൻസ് മനസ്സിലായോ? പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾഡാണ്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യുന്നതാണ്. വർഷത്തിൽ ഒരിക്കലോ 2 വർഷം കൂടുമ്പോഴോ. ചീത്തയായിട്ടല്ല കേട്ടോ, അല്ലാതെ നമ്മൾ എല്ലാ വർഷവും അങ്ങനെ മെയിന്റനൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രശ്നം എന്താണ് അത് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഫോർ ഫൈൻഡിങ് എ പർട്ടിക്കുലർ പ്രോബ്ലം. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ മൊത്തം ചീത്തയായി, ആ മെഷീൻസ് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഒരു മെയിന്റനൻസ് വരുമ്പോൾ നമുക്ക് ടൈമും കൂടുതലാകും, കോസ്റ്റും കൂടുതലാകും. കൂടുതൽ സമയം വേണ്ടി വരും, ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ വേണ്ടി വരും. കോസ്റ്റും അതുപോലെ കൂടുതലാവും. ചെറിയ കംപ്ലൈന്റ് ശരിയാക്കുന്ന പോലെ അല്ലല്ലോ, മൊത്തം വരുമ്പോൾ അതിന് വേണ്ടി വരുന്ന കോസ്റ്റും കൂടുതലായിരിക്കും. ഇനി shortage of proper and sufficient maintenance in hospital will finally leads to. ഇനി ഹോസ്പിറ്റലിലെ എക്യുപ്മെന്റ്സ് പ്രോപ്പർ ആയിട്ട് മെയിന്റനൻസ് ചെയ്തില്ലെങ്കിൽ, അതിന്റെ ഷോർട്ടേജ്, പ്രോപ്പർ ആയിട്ടുള്ള മെയിന്റനൻസിന്റെ ഷോർട്ടേജ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് കാരണമാകും. അതിന്റെ ഒരു അഭാവം, സഫിഷ്യന്റ് മെയിന്റനൻസിന്റെ ഷോർട്ടേജ് ഹോസ്പിറ്റലിലെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നയിക്കും. എന്താ? ഫസ്റ്റ് നോക്കിയേ, റിസ്ക് ടു സേഫ്റ്റി, സെക്യൂരിറ്റി ഓഫ് പേഷ്യന്റ് ആൻഡ് ഹൈജീൻ. ഇതൊന്ന് നോട്ട് ചെയ്തോട്ടോ. ഷോർട്ടേജ് ഓഫ് പ്രോപ്പർ ആൻഡ് സഫിഷ്യന്റ് മെയിന്റനൻസ് ഇൻ എ ഹോസ്പിറ്റൽ വിൽ ഫൈനലി ലീഡ്സ് ടു. നമ്മൾ ആ എക്യുപ്മെന്റ്സുകൾ, ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ്, ഉപകരണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മെയിന്റനൻസ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ മെയിന്റനൻസ് ചെയ്യാതെ ഇരിക്കുമ്പോൾ അതിന്റെ സഫീഷ്യന്റ് ആയിട്ടുള്ള മെയിന്റനൻസിന്റെ ഷോർട്ടേജ്, അത് കുറവ് വരുമ്പോൾ ഹോസ്പിറ്റലില് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും. എന്തൊക്കെയാ? റിസ്ക് ടു സേഫ്റ്റി, സെക്യൂരിറ്റി ഓഫ് പേഷ്യന്റ് ആൻഡ് ഹൈജീൻ. പ്രശ്നം ഉണ്ടാവില്ലേ? സേഫ്റ്റിക്ക്, പേഷ്യന്റിന്റെ സെക്യൂരിറ്റിക്ക്, ഹൈജീൻ അല്ലെ? അത് വല്ല തുരുമ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനെ ഹൈജീനിക് അതിന്റെ അത് പേഷ്യൻസിന് സുരക്ഷയും സുരക്ഷിതത്വത്തിനും ഒക്കെ അപകടമല്ലേ? മെയിന്റനൻസ് ഒന്നും ചെയ്യാതെ പണ്ട് കാലത്തുള്ള ഒരു വിഷയമാണ് അത്. ഒരു മെയിന്റനൻസും കാര്യങ്ങളൊന്നും ചെയ്തില്ല, അത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ അത് പ്രോപ്പർ അല്ലാത്ത, സഫിഷ്യന്റ് മെയിന്റനൻസ് ചെയ്യാത്ത അല്ലെങ്കിൽ അങ്ങനെയുള്ളത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് റിസ്ക് തന്നെയല്ലേ? അത് ഉപയോഗിക്കുന്ന പേഷ്യൻസിന് റിസ്ക് വരില്ലേ?
അവർക്ക് സേഫ്റ്റി, സെക്യൂരിറ്റി ആൻഡ് ഹൈജീൻ ഇതിനൊക്കെ അപകടം സംഭവിക്കാം, അപകട സാധ്യത ഉണ്ടാക്കാം. രണ്ടാമത്തെ ലോസ് ഓഫ് യൂട്ടിലൈസേഷൻ ആൻഡ് റിവ്യൂ ഓഡിങ് ടു ഫെയിലിയർ, breakdown and the closure of area of equipment for repair. Loss of utilization, അത് ഉപയോഗിക്കാതിരിക്കുന്ന നഷ്ടം. ആ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കാതെ ഇരിക്കുമ്പോഴുള്ള നഷ്ടം. റവന്യൂ ഓണിംഗ് ടു ഫെയിലിയർ, ആ എക്യുപ്മെന്റ്സ് ചീത്തയായി, ബ്രേക്ക് ഡൗൺ ആയി, അപ്പൊ അത് ഉപയോഗിക്കാതിരിക്കുമ്പോ ഹോസ്പിറ്റലിന് നഷ്ടം വരൂലേ? ഹോസ്പിറ്റലിലെ എക്സ്റേ മെഷീൻ കംപ്ലൈന്റ് ആണ്, ആ സെക്ഷൻ അടച്ചിട്ടേക്കാം. നമ്മളവിടെ എക്സ്റേ എടുക്കാൻ ചെല്ലുമ്പോ അവിടെ ക്ലോസ് ചെയ്തേക്കാം. അപ്പൊ എന്ത് ചെയ്യും? ഹോസ്പിറ്റലില് അത് കംപ്ലൈന്റ് ആണ്, റേഡിയോളജിയിലെ എക്സ്റേ സെക്ഷൻ എക്സ്റേ കംപ്ലൈന്റ് ആയിട്ട്, മെഷീൻ കംപ്ലൈന്റ് ആയിട്ട് കിടക്കാൻ ശരിയാക്കിയിട്ടില്ല, അല്ല അത് നന്നാക്കിയിട്ടില്ല. അപ്പൊ നമ്മൾ പുറത്ത് പോയി എക്സ്റേ എടുക്കും. ആർക്കാ നഷ്ടം വരിക? ഹോസ്പിറ്റലിന് നഷ്ടം വരൂലേ? ഹോസ്പിറ്റലിന് കിട്ടേണ്ടതായിരുന്നു ആ ക്യാഷ്. അപ്പൊ നമ്മൾ അത് അവിടത്തെ എക്യുപ്മെന്റ് ചീത്ത ആയതുകൊണ്ട് നമ്മൾ പുറത്ത് പോയി എന്ത് ചെയ്യും? നമ്മള് എക്സ്റേ എടുക്കും. അപ്പൊ ഹോസ്പിറ്റൽ ആ ഉപകരണം ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഒരു നഷ്ടം വന്നില്ലേ ഹോസ്പിറ്റലിന്? പിന്നെ അത് ക്ലോഷർ ഓഫ് ഏരിയ ഓഫ് എക്യുപ്മെന്റ് ഫോർ റിപ്പയർ, റിപ്പയറിനായിട്ട് ആ ഏരിയ അടച്ചിടുമ്പോഴുള്ള നഷ്ടം. ആ ഏരിയ ക്ലോസ് ചെയ്തേക്കാം, അപ്പോഴുള്ള നഷ്ടം. ആ ഉപകരണങ്ങള് ഉപയോഗിക്കാതിരിക്കുമ്പോഴുള്ള നഷ്ടം. ക്ലിയർ ആയോ? രണ്ടാമത്തെ പോയിന്റ് ലോസ് ഓഫ് യൂട്ടിലൈസേഷൻ, ആ ഉപകരണം നമ്മൾ അവിടെ ചീത്തയായിരിക്കുക, അത് ഉപയോഗിക്കുന്നില്ല, അപ്പൊ വരുന്ന നഷ്ടം. പിന്നെ അതുമൂലം ആ ഏരിയ നമ്മൾ അടച്ചിടുമ്പോഴുണ്ടാകുന്ന നഷ്ടം. അടുത്ത മൂന്നാമത് നോക്കിയേ, ലോസ് ഓഫ് ഗുഡ് വിൽ ടു ഇൻഎഫിഷ്യൻസി ആൻഡ് ഡിക്ലൈനിങ് സ്റ്റാൻഡേർഡ്സ്. അല്ലേ? നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? ഗുഡ് വിൽ, ഹോസ്പിറ്റലിന്റെ ഗുഡ് വില്ല് നഷ്ടപ്പെടും. നമ്മൾ പറയൂലേ? പറയൂലേ? അവിടെ പോയിട്ട് കാര്യമില്ല കേട്ടോ, അവിടെ എക്സ്റേ എടുക്കാൻ പറ്റൂല, അവിടെ കംപ്ലൈന്റ് ആയി, ഒരു 2 ആഴ്ചയോളമായി റേഡിയോളജി ആ സെക്ഷൻ അടച്ചു തരുവാണ്, അത് എന്താ പറയാ, അത് നന്നാക്കിയിട്ടില്ല എന്ന് നമ്മൾ പറയുമ്പോ ഹോസ്പിറ്റലിന്റെ ഒരു ഗുഡ് വില്ല് നഷ്ടപ്പെടൂലേ? നഷ്ടപ്പെടോ ഇല്ലയോ? ഒരാൾക്ക് കമ്പിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്തേ അല്ലേ? നമ്മൾ പറയൂലേ? 4 ആളോട് നമ്മൾ പറയൂലേ? അവിടെ പോയിട്ട് കാര്യമില്ല കേട്ടോ, അവിടെ ആ മെഷീൻ കംപ്ലൈന്റ് ആണ്, നമുക്കത് ചെയ്യാൻ പറ്റൂല, അപ്പൊ അത് എന്നുള്ള ആ ഒരു പേര് ഇങ്ങനെ 4 ആള് പറഞ്ഞു വരുമ്പോൾ ഹോസ്പിറ്റലിന്റെ ഗുഡ് വില്ല്, സത്കീർത്തി നഷ്ടപ്പെടും. ടു ഇൻഎഫിഷ്യൻസി ആൻഡ് ഡിക്ലൈൻ സ്റ്റാൻഡേർഡ്സ്, അതായത് കാര്യക്ഷമത ഇല്ലായ്മയും നിലവാര തകർച്ചയും കാരണം ഡിക്ലൈനിങ്, തകർച്ച, സ്റ്റാൻഡേർഡ്സ് കുറയുന്നതും ഈ കാര്യക്ഷമത ഇല്ലാത്തത് മൂലം ഹോസ്പിറ്റലിന്റെ ഗുഡ് വില്ലിന് നഷ്ടം സംഭവിക്കാം. അടുത്ത നോക്കിയേ, നെറ്റ് റിഡക്ഷൻ ഇൻ എഫക്റ്റീവ് ലൈഫ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെന്റ്. നെറ്റ് റിഡക്ഷൻ എന്ന് വെച്ചാൽ ഓവറോൾ റിഡക്ഷൻ. നമ്മൾ ആ വസ്തുവിന്റെ, പ്രോപ്പർട്ടിയിലെ, എക്യുപ്മെന്റ്സിന്റെ ഫലപ്രദമായിട്ടുള്ള ആയുസ് കുറയുന്നു, ലൈഫ് കുറയുന്നു. അല്ലെ? നമുക്കൊരു 10 വർഷം ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും, ചിലപ്പോ ഒരു 20 വർഷം ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് കൊണ്ടുപോകുവാണെങ്കിൽ നമുക്ക് 20 വർഷം 22 വർഷം ഉപയോഗിക്കാം. പക്ഷെ കുറച്ച് നാളായിട്ട് അത് ഉപയോഗിക്കാതിരിക്കുമ്പോൾ അത്രയും വർഷം ഉപയോഗിക്കാൻ പറ്റുമോ? ഉപയോഗിക്കാൻ പറ്റും നമുക്ക്. ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും ഇപ്പൊ നമ്മള് സൈക്കിൾ ഉണ്ടായിരുന്നു, സൈക്കിളൊക്കെ എന്താ നമുക്കപ്പോ നമ്മൾ 2 വീലർ മേടിച്ചു, പിന്നെ നമ്മൾ സൈക്കിൾ ഉപയോഗിക്കാതെ അത് അവിടെ കിടന്ന് തുരുമ്പെടുത്ത് അങ്ങനെ അതിന്റെ ലൈഫ് പോകൂലേ? അത് ഉപയോഗിക്കാതിരിക്കുമ്പോൾ വരുന്ന ആ ഒരു നെറ്റ് റിഡക്ഷൻ, ഓവറോൾ റിഡക്ഷൻ ഇൻ എഫക്റ്റീവ് ലൈഫ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെന്റ്. ആ വസ്തു, പ്രോപ്പർട്ടിയുടെ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിന്റെ ഫലപ്രദമായിട്ടുള്ള ലൈഫ് കുറയും. ഇത്രയും കാര്യങ്ങളാണ് ആ പോയിന്റ്സിൽ പറഞ്ഞിരുന്നത് കേട്ടോ. എന്ത്? സഫിഷ്യന്റ് ആയിട്ടുള്ള മെയിൻ്റനൻസ് എക്യുപ്മെന്റ്സിന്റെ ഹോസ്പിറ്റലിൽ ചെയ്തില്ലെങ്കിൽ അതിന്റെ അഭാവം മൂലം ഈ കാര്യങ്ങളിലേക്ക് നയിക്കാം. പേഷ്യൻസിന്റെ സേഫ്റ്റി, സെക്യൂരിറ്റി, ഹൈജീൻ ഇതിനൊക്കെ അപകടം സംഭവിക്കാം. നമുക്ക് ഉപകരണങ്ങൾ ഉപയോഗിക്കാതിരിക്കുമ്പോഴുള്ള നഷ്ടം,
പിന്നെ ആ എക്യുപ്മെന്റ്സ് റിപ്പയറിന് വേണ്ടി അടച്ചിടുമ്പോഴുണ്ടാകുന്ന നഷ്ടം, ഹോസ്പിറ്റലിന്റെ ഗുഡ്വിൽ സങ്കീർത്തി അത് നഷ്ടപ്പെടാം, പിന്നെ ആ എക്യുപ്മെന്റ്സിന്റെ ലൈഫ് കുറയാം. ക്ലിയർ ആയോ 4 പോയിന്റ്സ്? ഓക്കെ ആണോ? ഇനി നോക്കിയേ, മെയിൻ്റനൻസ് ഇൻ ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റലിലെ മെയിൻ്റനൻസ് ഇൻ ഹോസ്പിറ്റൽസ് must be done by, ഏത് വഴി ചെയ്യണം? must be done by proper installation, പ്രോപ്പർ ആയിട്ട് എക്യുപ്മെന്റ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വഴി. upkeeping, ബ്രാക്കറ്റിൽ കെയറിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് റിപ്പയർസ്, സൂക്ഷിക്കലും അത് നന്നാക്കലും. കീപ്പിംഗ്, നല്ല രീതിയിൽ നമ്മൾ അത് എക്യുപ്മെന്റ്സ് നമ്മൾ കീപ്പ് ചെയ്യുക, അത് റിപ്പയർ കാര്യങ്ങൾ ചെയ്യുക. പീരിയോഡിക് ക്ലീനിങ് ആൻഡ് ചെക്കിംഗ് ഓൺ പ്രിവെന്റീവ് മെയിൻ്റനൻസ്, പീരിയോഡിക് ക്ലീനിങ് നടത്തുക, പ്രിവെന്റീവ് മെയിൻ്റനൻസ് അത് ചെക്ക് ചെയ്യുക. റെക്കോർഡ് കീപ്പിംഗ്, റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. ദെൻ പ്രൊക്യൂർമെന്റ് ഓഫ് സ്പെയർസ്, സ്പെയറുകളുടെ സംഭരണം. പ്രൊക്യൂർമെന്റ്, സ്പെയറുകള് ഒരെണ്ണം ചീത്തയായി അതിന്റെ സ്പെയർ അവൈലബിൾ ആയിരിക്കണം. അപ്പൊ നമുക്കത് മാറ്റിയിടാം, ശരിയാക്കി വെക്കാം. സ്പെയറുകളുടെ സംഭരണം. അത്രയാണ് കേട്ടോ അതിനകത്ത് പറഞ്ഞേക്കുന്നത്. മെയിൻ്റനൻസ് ഇൻ ഹോസ്പിറ്റൽ ഏത് വഴി ചെയ്യണം? മസ്റ്റ് ബി ഡൺ ബൈ പ്രോപ്പർ ആയിട്ട് എക്യുപ്മെന്റ്സുകൾ ഇൻസ്റ്റോൾ ചെയ്യണം, പിന്നെ അത് നല്ല രീതിയിൽ കീപ്പ് ചെയ്യണം, അത് റിപ്പയർ ചെയ്യണം, പീരിയോഡിക് ക്ലീനിങ്, പ്രിവെന്റീവ് മെയിൻ്റനൻസ് ചെക്കിംഗ് നടത്തണം, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റെക്കോർഡ് കീപ്പ് ചെയ്യണം. സ്പെയറുകളുടെ സംഭരണം, പ്രൊക്യൂർമെന്റ് ഓഫ് സ്പെയർസ്, സ്പെയറുകളുടെ സംഭരണം. ഇനി അടുത്തത് ഡി ആണ് കേട്ടോ, യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്സ്. നമ്മൾ ആ 5 പോയിന്റ്സിന്റെ വീണ്ടും സബുകളാ പറയുന്നത്. ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റില് നമ്മൾ 5 പോയിന്റ്സ് പറഞ്ഞില്ലേ? പ്ലാനിങ് ഫോർ ദ എക്യുപ്മെന്റ്, പർച്ചേസിംഗ് ഓഫ് എക്യുപ്മെന്റ്, മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്. അടുത്തത് ഡി ആണ് കേട്ടോ. അവിടെ ഡി എന്നാണ് ടെക്സ്റ്റിന് കറക്റ്റ് അല്ലെന്ന് നോക്കിയത്. യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്, എക്യുപ്മെന്റിന്റെ യൂട്ടിലൈസേഷൻ എത്ര യൂട്ടിലൈസ് ചെയ്യാൻ നോക്കിയേ? യൂട്ടിലൈസേഷൻ ഹാസ് ടു ബി 80 to 90%. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. എക്യുപ്മെന്റ്സ് പ്രോപ്പർ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് മെയിലാണ് ചെയ്തെങ്കിൽ എത്ര ശതമാനം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം? അത് 80 to 90% യൂട്ടിലൈസ് ചെയ്യാൻ പാടുള്ളൂ. നോ അണ്ടർ ഓർ ഓവർ യൂട്ടിലൈസേഷൻ. അതിന്റെ താഴെയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ യൂട്ടിലൈസ് ചെയ്യുന്നത് അഭികാമ്യമല്ല. എക്യുപ്മെന്റ്സിന്റെ യൂട്ടിലൈസേഷൻ എത്രയാ? 80 to 90% യൂട്ടിലൈസേഷൻ. 80 മുതൽ 90% യൂട്ടിലൈസ് ചെയ്യണം. അടുത്ത നോക്കിയേ, ഇ ആണ് കേട്ടോ, ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്. ഇനി എക്യുപ്മെന്റ്സ് ഡിസ്കാർഡ് ചെയ്യാണ്, അതിനെ കളയുന്നു, കളയുന്നു. ഇങ്ങനെയാ ആ സ്ക്രാപ്പ് ഐറ്റം ഫോർ റീസെല്ലിംഗ് ആൻഡ് ഗിവിംഗ് ഫ്രീ ടു സ്മോൾ ഹോസ്പിറ്റൽസ്. ഒന്ന് എന്ത് ചെയ്യാം? സ്ക്രാപ്പ് ഐറ്റം ആയിട്ട് റീസെല് ചെയ്യാം. സ്ക്രാപ്പ് ഐറ്റം ആയിട്ട് നമ്മുടെ വീട്ടില് പഴയ സാധനങ്ങളൊക്കെ, മിഷ്യൻസ് സാധനങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാ നമ്മൾ കളയുന്നത്? ഡിസ്കാർഡ് ചെയ്ത് എങ്ങനെയാ? കത്തിച്ചളയാൻ പറ്റുമോ? എല്ലായിടത്തും കൊണ്ടുവന്ന് ഇടാൻ പറ്റുമോ? എങ്ങനെയാ നമ്മളത് വീട്ടിൽ നിന്ന് കളയണ? എങ്ങനെയാ? സ്ക്രാപ്പിൽ കൊടുക്കൂലേ പഴയ സാധനങ്ങൾ? ആക്രി കൊടുക്കും അല്ലെ? സ്ക്രാപ്പിൽ കൊടുക്കും. ഫോർ റീസെല്ലിംഗ് ആൻഡ് ഗിവിംഗ് ഫ്രീ ടു സ്മോളർ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ചെറിയ ഹോസ്പിറ്റൽസിന് ഫ്രീ ആയിട്ട് കൊടുക്കാം. വലിയ ഹോസ്പിറ്റലാണ്, പുതിയ ഒത്തിരി പൈസ കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരെ എക്യുപ്മെന്റ്സുകൾ പുതിയത് വാങ്ങുമ്പോൾ ചെറിയ ഹോസ്പിറ്റലുകൾക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്ന കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ എക്യുപ്മെന്റ്സ് റീസെല് ചെയ്യാൻ പറ്റും. അവർക്ക് വേണമെങ്കിൽ എന്താണ്, അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഗിവിംഗ് ഫ്രീ ടു സ്മോൾ ഹോസ്പിറ്റൽ. അങ്ങനെ 2 രീതിയെ പറഞ്ഞിട്ടുണ്ട്. സ്ക്രാപ്പ് ഐറ്റം ആയിട്ട് കളയാം, അല്ലെങ്കിൽ സ്മോളർ ഹോസ്പിറ്റൽസിന് ഫ്രീ ആയിട്ട് കൊടുക്കുകയോ ചെയ്യാം. ഓക്കെ, അങ്ങനെ ആ പോയിന്റ്സുകൾ 5 പറഞ്ഞതാണ് കേട്ടോ. ഇതിന്റെ സബായിട്ട് തന്നെ പറയുന്നതാണ്. സ്ക്രാപ്പ് ഐറ്റം കൊടുക്കാം. സ്ക്രാപ്പ് ഐറ്റം ഫോർ റീസെല്ലിംഗ് ആൻഡ് ഗിവിംഗ് ഫ്രീ ടു സ്മോൾ ഹോസ്പിറ്റൽസ്. അവിടെ ഇ വരെ ഉണ്ട് കേട്ടോ. അപ്പൊ മെയിൻ ആയിട്ട് പോയിന്റ് നമ്മൾ പറഞ്ഞില്ലേ, ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റിന്റെ 5 പോയിന്റ്സ്. അതിന്റെ സബ് പോയിന്റുകളാണ് നമ്മൾ നോക്കിയത്. പ്ലാനിങ് ഫോർ ദ എക്യുപ്മെന്റ്, പ്ലാനിങ് ഫോർ ദ എക്യുപ്മെന്റ് നമ്മൾ പറഞ്ഞു. അതിനകത്ത് നമ്മൾ ഏറ്റവും ഓൾട്ടർനേറ്റീവ്സ്, പല മാർഗങ്ങൾ ഉണ്ടാക്കാം. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യും.
പിന്നെ പർച്ചേസിംഗ് ഓഫ് എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യുന്നതുമായി സംബന്ധിച്ച് 9 പോയിന്റ്സ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് 10 അത് നമ്മൾ പറഞ്ഞു. പിന്നെ അടുത്തതാണ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സിന്റെ മെയിൻ്റനൻസ് 3 പറഞ്ഞു. പ്രിവന്റീവ് മെയിൻ്റനൻസ്, ഇൻജക്റ്റീവ് മെയിൻ്റനൻസ്, ബ്രേക്ക് ഡൗൺ പറഞ്ഞു. പിന്നെ മെയിൻ്റനൻസിന്റെ ഷോർട്ടേജ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു പറഞ്ഞു. പിന്നെ മെയിൻ്റനൻസ് ഇൻ ഹോസ്പിറ്റൽസ് പറഞ്ഞ് വേറെ സബ് ഹെഡിങ് ആയിട്ടുള്ള കൊടുത്തിട്ടുണ്ട്. അതിന്റെ 5 പോയിന്റ്സ് ഉണ്ട്, അത് നോക്കാം. പിന്നെ അടുത്തതാണ് ഡിസ്കാർഡിംഗ്. യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റിന്റെ യൂട്ടിലൈസേഷൻ എന്തോരം ചെയ്യാന്ന് പറഞ്ഞ 80 to 90% യൂട്ടിലൈസേഷൻ. അടുത്തതാണ് ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്സ് ഡിസ്കാർഡ് ചെയ്യുക സ്ക്രാപ്പ് ആയിട്ട്, അല്ലെങ്കിൽ ഗിവിംഗ് ഫ്രീ ടു സ്മോളർ ഹോസ്പിറ്റൽസിന് ഫ്രീ ആയിട്ട് എടുക്കാം. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ആണ് ഡിഫറൻസ് ആണ് കേട്ടോ. പ്രൈം ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡിനറി പർച്ചേസ് ആൻഡ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്. ടെക്സ്റ്റിൽ കറക്റ്റ് അല്ലേ എന്ന് നോക്കിയേ. ക്യാപിറ്റൽ എന്നാട്ടോ, CAPITAL, ക്യാപിറ്റൽ കറക്റ്റ് തന്നെയാണ്. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴൊന്ന് ഓർത്താൽ മതി. ഓർഡിനറി പർച്ചേസും ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസും ചെയ്യുമ്പോൾ അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചെറിയൊരു കാര്യം 50 രൂപയുടെ ഒരു സാധനവും 50,000 രൂപയുടെ ഒരു പർച്ചേസ് നടത്തുകയും ചെയ്യുമ്പോൾ അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ട്. എന്തൊക്കെയാ? ഒന്നാമത്തെ നോക്കി, എക്സ്റ്റെൻസ് ഓഫ് നെഗോഷിയേഷൻ. നെഗോഷിയേഷൻ എന്ന് പറയുന്നത് ചർച്ചകളെ, നെഗോഷിയേഷന്റെ ആ എക്സ്റ്റെൻസ്, ചർച്ചയുടെ നീളൽ. ഹൈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസില് നെഗോഷിയേഷൻ എങ്ങനെയാ? ഹൈ ആണ്, കൂടുതൽ ആണ്. ആൻഡ് ലോ ഇൻ ഓർഡിനറി പർച്ചേസ്. ഓർഡിനറി പർച്ചേസിൽ കുറവ് മതി. നമ്മൾ വീട്ടിൽ വലിയൊരു സാധനം വാങ്ങുവാണ്, വിലപിടിപ്പുള്ള കാര്യം വാങ്ങുവാണ്, നമ്മളെല്ലാവരും ആയിട്ട് ആലോചിക്കൂലേ അല്ലെ? അച്ഛനും അപ്പയും എല്ലാവരും, മുത്തശ്ശി അമ്മാവരും ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ആലോചിച്ചിട്ട് നമ്മളത് ചെയ്യണം. ചർച്ചയുടെ നീളം എങ്ങനെയാ? കൂടുതലാണ്. അതായത് നമ്മൾ വലിയ വിലപിടിപ്പുള്ള സാധനം വാങ്ങുന്നത്, നമുക്കത് എന്തെങ്കിലും നഷ്ടം പറ്റാതെയോ അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ഒന്നുകൂടി നല്ല രീതിയിൽ ഒരു 3-4 ദിവസമൊക്കെ നന്നായിട്ട് ആലോചിച്ചതിന് ശേഷമേ അത് പർച്ചേസ് ചെയ്യുള്ളൂ. പക്ഷെ എന്നാൽ ഓർഡിനറി പർച്ചേസിൽ നെഗോഷിയേഷൻ കുറച്ച് മതി അല്ലെ? നമ്മൾ പറയും പോവാണെങ്കിൽ പോട്ടെ, 50 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ, ആ ഒരു മൈൻഡിൽ എടുക്കും. അപ്പൊ എന്താ അവിടെ ഓർഡിനറി പർച്ചേസില് നെഗോഷിയേഷൻ ലോ ആയിരിക്കും. ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസില് നെഗോഷിയേഷൻ ഹൈ ആയിരിക്കും. ക്ലിയർ ആണോ നോക്കിയ ഫസ്റ്റ് പോയിന്റ്? ഹൈ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ആൻഡ് ലോ ഇൻ ഓർഡിനറി പർച്ചേസ്. അടുത്ത നോക്കിയേ, ലീഡ് ടൈം റിക്വയർമെന്റ്. ഇനി അതിന് ലീഡ് ടൈം എന്ന് പറഞ്ഞ എന്താ? പഠിച്ചില്ല, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? ടൈം ബിറ്റ്വീൻ ordering the material and getting into the department. അല്ലേ? ഓർഡർ ചെയ്ത മുതൽ നമുക്ക് കിട്ടുന്നത് വരെ എടുക്കുന്ന സമയമാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിൽ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. നമ്മൾ ഇന്ന് ഓർഡർ ചെയ്ത നാളെ തന്നെ സാധനം വരുമോ? ലീഡ് ടൈം, നമുക്കത് ഓർഡർ ചെയ്യുന്നത് മുതൽ നമുക്ക് മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ കിട്ടാൻ എടുക്കുന്ന ടൈമിലാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എക്യുപ്മെന്റ് ലീഡ് ടൈം കൂടുതലായിരിക്കും. പക്ഷെ ഓർഡിനറി പർച്ചേസിൽ എന്താണ് ലീഡ് ടൈം? എങ്ങനെയാണ്? ലോ ആയിരിക്കും, കുറവായിരിക്കും. ലോ ഇൻ ഓർഡിനറി പർച്ചേസ്. ക്ലിയർ അല്ലേ? അത് നമ്മളെ വാങ്ങണ കാര്യമായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് വെച്ചാൽ മതി, അപ്പൊ നമുക്ക് വേഗം കിട്ടും. നെഗോഷിയേഷൻ എങ്ങനെയാ? ക്യാപിറ്റൽ എക്യുപ്മെന്റില് കൂടുതലാണ്. ലീഡ് ടൈമും ക്യാപിറ്റൽ എക്യുപ്മെന്റിന്റെ പർച്ചേസില് കൂടുതലാണ്. സൈസ് ഓഫ് ദ എക്സ്പെൻഡിച്ചർ. ഇനി ചെലവ് എങ്ങനെയാ? എക്സ്പെൻഡിച്ചർ എങ്ങനെയാ? ചെലവ് ക്യാപിറ്റൽ എക്യുപ്മെന്റിന്റെ ചെലവ് എങ്ങനെയാ? ഹൈ ആണ്, കൂടുതൽ ചെലവല്ലേ? വലിയ വിലപിടിപ്പുള്ളതാണ് വാങ്ങുന്നത്. ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസില് ഹൈ ആണ്, ഓർഡിനറി പർച്ചേസില് ലോ ആണ്. തന്നിട്ടില്ല എന്നുള്ളൂ കേട്ടോ. ആൻഡ് ലോ ഇൻ ഓർഡിനറി പർച്ചേസ്. അവൈലബിലിറ്റി ഓഫ് സോഴ്സിന്റെ ലഭ്യത എവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടും? വെരി ലോ ഇൻ, അത് മാത്രം ലോ ആണ്. ബാക്കി 3ഉം ക്യാപിറ്റൽ എക്യുപ്മെന്റിൽ ഹൈ ആണ് കിടക്കുന്നത്. അങ്ങനെ നമ്മുടേതായ ഒരു ട്രിക്ക് നോക്കാം കേട്ടോ. അവൈലബിലിറ്റി ഓഫ് സോഴ്സസ് നോക്കി, വെരി ലോ. സോഴ്സ് നമുക്ക് അതിൽ കിട്ടാനുള്ള സോഴ്സ് കുറവാണ്. അവൈലബിലിറ്റി ഓഫ് സോഴ്സസ് വെരി ലോ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്. നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് വാഷിംഗ് മെഷീൻ കിട്ടുമോ? അല്ലെങ്കിൽ അപ്പുറത്തെ 2 കടയുടെ അപ്പുറം കടയിൽ നിന്ന് കിട്ടുമോ? നമുക്ക് ഇഷ്ടം ആ സോഴ്സ് കുറവല്ലേ? വലിയ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിന് നമുക്ക് സോഴ്സ് കുറവാണ്.
ചിലപ്പോ നമ്മൾ കുറച്ചുകൂടി ടൗണിലേക്കൊക്കെ ചിലപ്പോ പോകേണ്ട വരുമായിരിക്കും അതൊക്കെ കിട്ടാൻ. നമ്മൾ ലോക്കലൊക്കെ ആണെങ്കിൽ നമ്മുടെ അടുത്തൊന്നും അത് കിട്ടത്തില്ല. അങ്ങനെയുള്ളത് കുറവാണ്. അങ്ങനെയുള്ള ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് സെല്ല് ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെ തന്നെ കുറവാണ്. സോഴ്സിന്റെ ലഭ്യത, നമുക്ക് ആ എക്യുപ്മെന്റ്സ് ലഭിക്കാനുള്ള സോഴ്സ് അത് ക്യാപിറ്റൽ എക്യുപ്മെന്റിൽ കുറവാണ്. എന്നാൽ ഓർഡിനറി പർച്ചേസിൽ ഇഷ്ടംപോലെ കടകളുണ്ടാവും. ഓർഡിനറി പർച്ചേസിൽ അതെങ്ങനെയാണ് തിരിച്ച് പറഞ്ഞാൽ മതി, ഹൈ ആണ്. ക്ലിയർ ആയോ നോക്കി? ഓക്കെ ആണോ? മൂന്നെണ്ണം അത് നോക്കി വെക്കാം. നെഗോഷിയേഷൻ ക്യാപിറ്റൽ എക്യുപ്മെന്റിൽ കൂടുതല്, ലീഡ് ടൈം ക്യാപിറ്റൽ എക്യുപ്മെന്റിൽ കൂടുതല്, ചെലവ് സൈസ് ഓഫ് ഒന്നും കൂടി പറയണം. ഒന്നും കൂടി പറയാം. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മുടെ വീട്ടില് നമ്മളൊരു സാധനം വാങ്ങാൻ പോണതാട്ടോ. ഭയങ്കര വില കൂടിയ ഒരു സാധനം മേടിക്കുന്നുണ്ട്, വില കുറഞ്ഞൊരു സാധനം മേടിക്കുന്നുണ്ട്, അങ്ങനെ വിചാരിക്കാം. ഓക്കെ, കുറച്ച് വില കൂടിയ ഒരു സാധനം മേടിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ടി വി മേടിക്കുന്നുണ്ട് വിചാരിക്കും, അല്ലെ വേണ്ട, നമ്മളൊരു കാർ മേടിക്കാൻ പോവാന്ന് വിചാരിക്കാം. നമ്മളെ വീടിനെ സംബന്ധിച്ച് കാർ എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് തന്നെയാണ്, സ്ഥിര ആസ്തിയാണ് നമുക്ക്, അല്ലെ? അത് മേടിക്കുന്നുണ്ട്. നമ്മളൊരു 100 രൂപയുടെ എന്തെങ്കിലും ഒരു ഷർട്ട് മേടിക്കുന്നുണ്ട് വിചാരിക്കാം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നോക്കിയ നെഗോഷിയേഷൻ ആണ്, ചർച്ചയാണ്. ചർച്ചയുടെ നീളൽ, എക്സ്റ്റെന്റ് ഓഫ് നെഗോഷിയേഷൻ. ചർച്ചയുടെ നീളൽ എങ്ങനെയാ? കാർ മേടിക്കാൻ പോകുമ്പോ അച്ഛനോട് പറയും, അമ്മോട് പറയും, അവനോട് ആലോചിക്കും, അല്ലെ? അച്ഛനോട് വിളിച്ചു ചോദിക്കും, ഞാനിങ്ങനെ കാർ മേടിക്കാൻ പോവാണ്, എനിക്ക് അതിന്റെ അതൊന്ന് ഏതാണ് നല്ലത്, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഏതാണ്, നല്ല ബാക്കപ്പ് ഉള്ളത് ഏതാണ്, അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. നമ്മൾ കുറച്ചും കൂടി നമ്മൾ ആലോചിക്കൂലേ അത് വാങ്ങുമ്പോഴ്? ക്യാപിറ്റൽ എക്യുപ്മെന്റില് ആ ചർച്ചയുടെ നീളല്, നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ ചർച്ചകൾ കൂടുതലായിരിക്കും. എന്നാൽ ലോ ഇൻ ഓർഡിനറി പർച്ചേസ്. ഷർട്ട് വാങ്ങുമ്പോൾ ഈ കണ്ട ആളുകളോട് മുഴുവനും ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ പറയും അത് വലിയ ഇതില്ലെങ്കിൽ വേണ്ട, 100 രൂപയുടെ സാധനല്ലേ എന്ന് വിചാരിക്കാം. ഓർഡിനറി പർച്ചേസ് കിട്ടിയോ? ഒന്നാമത്തെ പോയിന്റ് കിട്ടിയോ? ക്യാപിറ്റൽ എക്യുപ്മെന്റില് നെഗോഷിയേഷൻ എങ്ങനെയോ ഒരെണ്ണം പഠിച്ചാൽ മതി, അതിന്റെ ഓപ്പോസിറ്റ് അപ്പുറം വരുന്നത്, അപ്പൊ നിങ്ങൾക്ക് മാറിപ്പോല. ക്യാപിറ്റൽ എക്യുപ്മെന്റില് നെഗോഷിയേഷൻ എങ്ങനെയാണ്? കൂടുതലാണ്. ക്ലിയർ ആണോ? ചോദിച്ച ആളുകൾക്കൊക്കെ ക്ലിയർ? ഓക്കെ ആണ്. ഇത് നോക്കിയേ, ലീഡ് ടൈം ആണ് രണ്ടാമത്തെ പറഞ്ഞത്. ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന മുതൽ നമുക്ക് ആ മെറ്റീരിയൽസ് കിട്ടുന്നത് വരെ എടുക്കുന്ന സമയമാണ്. അപ്പൊ കാർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് തന്നെ കിട്ടുമോ? ലീഡ് ടൈം നോക്കുക, ഇന്ന് ഓർഡർ ചെയ്താൽ നാളെ തന്നെ കാർ കിട്ടണമെന്നില്ലല്ലോ നമുക്ക്. അത് കുറച്ചുകൂടി സമയം എടുക്കും നമുക്ക് കിട്ടാനായിട്ട്. ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് വെച്ചാൽ വലിയ വിലപിടിപ്പുള്ളതാണ്, അല്ലെ? നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്നതല്ല, ഒരു സ്ഥിര ആസ്തിയാണ്. അതിന് നമുക്ക് കിട്ടാനെടുക്കുന്ന സമയം വളരെ കൂടുതലായിരിക്കും. എന്നാൽ ഓർഡിനറി പർച്ചേസ് ഓർഡർ ചെയ്തപ്പോ തന്നെ നമുക്ക് വേണമെങ്കിൽ കിട്ടാം, അവിടെ കുറവായിരിക്കും. ഇനി മൂന്നാമത്തെയാണ് സൈസ് ഓഫ് എക്സ്പെൻഡിച്ചർ. ചിലവാണ് കൂടുതലല്ലേ? ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ എക്സ്പെൻഡിച്ചർ, നമ്മള് ചെലവ്, നമുക്ക് പൈസ കൂടുതൽ വരും, ചെലവ് കൂടുതലാണ്. ഓർഡിനറി പർച്ചേസിൽ അത് കുറവാണ്, കോസ്റ്റ് കുറവാണ്, ചെലവ് കുറവാണ്. അപ്പൊ മൂന്ന് കാര്യങ്ങൾ നോക്കിയേ, അങ്ങനെ പഠിച്ചു നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചല്ലോ. ക്യാപിറ്റൽ എക്യുപ്മെന്റില് നെഗോഷിയേഷൻ കൂടുതലാണ്, ലീഡ് ടൈം കൂടുതലാണ്, സൈസ് ഓഫ് എക്സ്പെൻഡിച്ചർ അതും ഹൈ ആണ്. മൂന്നും ഹൈ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഓർത്താൽ മതി ഓർഡിനറി പർച്ചേസ് കാര്യം. ഇനി അവൈലബിലിറ്റി ഓഫ് സോഴ്സസ് നോക്കിയേ. ഇത് നമ്മൾ ക്യാപിറ്റൽ എക്യുപ്മെന്റ്, അത് നമുക്ക് കിട്ടാനുള്ള സോഴ്സ് കുറവായിരിക്കും. സോഴ്സ് നമുക്ക് കുറവായിരിക്കും. ആ കിട്ടുന്ന ആ സോഴ്സ്, ഇപ്പൊ കടകളൊക്കെ ആണെങ്കിലും നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു പെട്ടിക്കടയിൽ നിന്ന് നമുക്കൊരു കാർ മേടിക്കാൻ പറ്റുമോ? കിട്ടുമോ? അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തുള്ള കടയിൽ നിന്ന് നമുക്ക് കിട്ടുമോ? അതിന്റെ സോഴ്സ് എല്ലാ കടയിലും കിട്ടൂല. അത് ആ നമുക്ക് ക്യാപിറ്റൽ എക്യുപ്മെന്റ് നമുക്ക് ലഭിക്കുന്ന സോഴ്സ് കുറവാണ്. അതാണ് വെരി ലോ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്. അവൈലബിലിറ്റി ഓഫ് സോഴ്സസ് കുറവാണ്. എന്നാൽ നേരെ ഓപ്പോസിറ്റ് അവിടെ നമുക്ക് പറയാം, ഓർഡിനറി പർച്ചേസിലാകുമ്പോൾ അവൈലബിലിറ്റി ഓഫ് സോഴ്സസ് എങ്ങനെയാണ്? കൂടുതൽ, അവിടെ കൂടുതലാണ്. എല്ലായിടത്തും നമുക്ക് കിട്ടാം. അത് മൂന്നെണ്ണം. ആദ്യത്തെ മൂന്നെണ്ണം നെഗോഷിയേഷൻ, ലീഡ് ടൈം, സൈസ് ഓഫ് എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ എക്യുപ്മെന്റിൽ ഹൈ ആണ്.
ഏതാ സോഴ്സസ് മാത്രം, അവൈലബിലിറ്റി ഓഫ് സോഴ്സസ് മാത്രമേ അതിന് ലോ ഉള്ളൂ, ക്യാപിറ്റൽ എക്യുപ്മെന്റ് ലോ ഉള്ളൂ. ഒരെണ്ണം ക്ലിയർ ആക്കി വെച്ചാൽ മതി, അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അടുത്തത് വരുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? അങ്ങനെ നമ്മുടെ മനസ്സിലൊരു ഐഡിയ വേണം. നമ്മളൊരു സാധനം മേടിക്കുമ്പോഴത്തെ കാര്യം ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഏക ഉറക്കത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് മാറിപ്പോവില്ല. ഓക്കെ, അമ്മഞ്ചിത്ത് ഏഴാറ് ഇവിടെ ഒരു തമ്മ തന്നിട്ടുണ്ട്. വേറെ ചോദിച്ച കുട്ടികളൊന്നും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. എനിക്ക് എന്നോട് ചോദിച്ചത് ആരൊക്കെയായിരുന്നു? മരിയോ ആരാളൊക്കെ ചോദിച്ചല്ലോ. ഒന്നുകൂടി പറയാമോ എന്ന് ചോദിച്ചവർക്ക് ക്ലിയർ ആണോ? ക്ലിയർ ആയി. രേഷ്മ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയി. ആൽഫി ചോദിച്ചായിരുന്നു അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ വാങ്ങുമ്പോൾ ഉള്ള കാര്യം വെച്ചാൽ മതി. ആദ്യത്തെ 3 എണ്ണം ക്യാപിറ്റൽ എക്യുപ്മെന്റിൽ ഹൈ ആണ്. ആകെ ലോ ക്യാപിറ്റൽ എക്യുപ്മെന്റിൽ കുറവ് വരുന്നത് ഏതാ? സോഴ്സ് മാത്രം. അവൈലബിലിറ്റി ഓഫ് സോഴ്സസ് ഏതാണ്? കുറവാണ്. ഇനി അടുത്തത് 3 ways to obtain an item in an organization. ഒരു ഓർഗനൈസേഷനില് നമ്മളൊരു ഐറ്റംസ്, മെറ്റീരിയൽസ് നമ്മൾ ലഭിക്കാനായിട്ട് 3 രീതികളാണ്. നമുക്ക് മെറ്റീരിയൽസ് ലഭിക്കുന്നതിന് 3 മാർഗങ്ങളാണുള്ളത്. 3 ways to obtain an item to an organization. ഒരു സ്ഥാപനത്തിലേക്ക് ഐറ്റംസ് ലഭിക്കുന്നതിന് 3 മാർഗങ്ങളാണുള്ളത്. ഒന്നാമത് നോക്കിയേ, പർച്ചേസിംഗ് ഓഫ് ന്യൂ എക്യുപ്മെന്റ്. പുതിയ എക്യുപ്മെന്റ്സ് വാങ്ങാം. ഹോസ്പിറ്റലിന് നല്ല പൈസ ഉണ്ട്, നല്ല വലിയ ഹോസ്പിറ്റലാണ്, പഴയത് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ, പുതിയ എക്യുപ്മെന്റ്സ് വാങ്ങാം. പർച്ചേസിംഗ് ഓഫ് ന്യൂ എക്യുപ്മെന്റ്, പുതിയ എക്യുപ്മെന്റ് വാങ്ങാം. രണ്ടാമത്തെ എന്താ? പർച്ചേസിംഗ് ഓഫ് യൂസ്ഡ് ഓർ ഓൾഡ് എക്യുപ്മെന്റ്, അല്ലെങ്കിൽ ഉപയോഗിച്ച പഴയ എക്യുപ്മെന്റ്സ് വാങ്ങാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 3, ലീസിംഗ്. ലീസിംഗ് എന്ന് പറഞ്ഞാൽ പാട്ടത്തിനെടുക്കാം അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കാം. ഓക്കെ, പാട്ടത്തിനെടുക്കാം അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കാം. ഞാനൊരു പുതിയൊരു 2 വീലർ വാങ്ങാൻ ഞാൻ തീരുമാനിച്ചു. എന്റെ കയ്യിൽ കുറെ പൈസയുണ്ട്, ഇഷ്ടം പോലെ എന്റെ കയ്യിൽ ബാലൻസ് ഉണ്ട്. അപ്പൊ എനിക്ക് എന്താ, ഞാൻ പഴയത് വാങ്ങേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് എങ്ങനെ വാങ്ങാം? പുതിയ എക്യുപ്മെന്റ് വാങ്ങാൻ പാടില്ലേ? ന്യൂ എക്യുപ്മെന്റ് വാങ്ങാം. പുതിയൊരു 2 വീലർ എനിക്ക് വാങ്ങാം. ഇനി എന്തായാലും പൈസ ഇല്ല, പുതിയത് വാങ്ങാൻ എനിക്ക് പൈസ ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? പ്രീതയോട് ഞാൻ ചോദിച്ചപ്പോ പ്രീത പറയും, എന്റെ എന്റെ പഴയ 2 വീലർ ഉണ്ട്, വേണമെങ്കിൽ മിസ്സിന്റെ തരാട്ടോ എന്ന് പറയും. എനിക്ക് പുതിയത് വാങ്ങാൻ പൈസ ഇല്ല എന്ന് പറയുമ്പോ അപ്പൊ ഞാൻ സെക്കൻഡ് ഹാൻഡ് ആയിട്ട്, അതായത് യൂസ്ഡ് അല്ലെങ്കിൽ ഓൾഡ് എക്യുപ്മെന്റ് വാങ്ങാം. പ്രീതയുടെ അതിന് വേണമെങ്കിൽ എനിക്ക് വാങ്ങാം. ഒന്നില്ലെങ്കിൽ എന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് ന്യൂ എക്യുപ്മെന്റ് വാങ്ങാം. ഇനി എനിക്ക് പൈസ ഇല്ലെങ്കിലോ യൂസ്ഡ് അല്ലെങ്കിൽ ഓൾഡ് എക്യുപ്മെന്റ് വാങ്ങാം. ഇനി അതിനും പൈസ ഇല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ബൈ ലീസിംഗ്. അത് കുറച്ച് ദിവസത്തേക്ക് എനിക്ക് പാട്ടത്തിന് അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കാം. അപ്പൊ ആ 3 രീതികളാണ് ഹോസ്പിറ്റലിലും ഒരു മെറ്റീരിയൽസ് ലഭിക്കുന്നതിനുള്ള 3 മാർഗങ്ങൾ. ഹോസ്പിറ്റലിലെ പുതിയ എക്യുപ്മെന്റ്സുകൾ വാങ്ങാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റൽസ് ഉപയോഗിച്ചതായിട്ടുള്ള പഴയ എക്യുപ്മെന്റ്സ് വേണമെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ ലീസിംഗിന് എടുക്കാം, വാടകയ്ക്ക് അല്ലെങ്കിൽ പാട്ടത്തിന് എടുക്കാം. ക്ലിയർ ആയോ? ഒരു ഓർഗനൈസേഷനില് മെറ്റീരിയൽസ് ലഭിക്കുന്ന 3 രീതികളാണ് പറഞ്ഞേക്കുന്നത്. ഇനി അതിന്റെ ഡീറ്റെയിൽസ് ആണ് വീണ്ടും കൊടുത്തേക്കുന്നത്. പർച്ചേസിംഗ് എ ന്യൂ എക്യുപ്മെന്റ്. ഒരു പുതിയ എക്യുപ്മെന്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പർച്ചേസിംഗ് എ ന്യൂ എക്യുപ്മെന്റ്. പുതിയ എക്യുപ്മെന്റ്സ് വാങ്ങാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ടു കളക്ട് ദ റിലവന്റ് ഡേറ്റ അബൌട്ട് ദ എക്യുപ്മെന്റ് ഓർ ഫ്രം ദ യൂസർ ഡിപ്പാർട്ട്മെന്റ്. എന്ത് ചെയ്യുന്നു? ടു കളക്ട് ദ റിലവന്റ് ഡേറ്റ. അത് പ്രശസ്തമായിട്ടുള്ള നമ്മുടെ ഡേറ്റാസ്, അത് കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ ആണ്. ആ ഡേറ്റ എക്യുപ്മെന്റ്സിനെ സംബന്ധിക്കുന്ന കറക്റ്റ് ഡേറ്റ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്നു.
ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് യൂസർ ഡിപ്പാർട്ട്മെന്റ്. ആ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യുന്നു. ഇപ്പൊ റേഡിയോളജിയിലാണ് 2 എക്സ്റേ മെഷീൻ വേണം. യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ റേഡിയോളജി ആണ്. അവിടെ നിന്ന് എത്ര എണ്ണം വേണം? 2 എക്യുപ്മെന്റ് വേണം. ആ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നു. നമുക്ക് ടു കളക്ട് റിലവന്റ് ഡേറ്റ about the equipment or from the user department. Okay, അല്ലെങ്കിൽ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ നമ്മള് അത് കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ നമ്മൾ എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യുന്നു, ശേഖരിക്കുന്നു. ഇനി ടു ഇൻവൈറ്റ് ദ കൊട്ടേഷൻ ഫ്രം ദ സപ്ലയർ, എന്ത് ചെയ്യുന്നു? കൊട്ടേഷൻസ് ഇൻവൈറ്റ് ചെയ്യുന്നു, ക്ഷണിക്കുന്നു. സപ്ലയറിൽ നിന്നും ആ മെറ്റീരിയൽസ് നമുക്ക് ലഭിക്കുന്നതിനുള്ള കൊട്ടേഷൻസ് നമ്മൾ ക്ഷണിക്കുന്നു, ഇൻവൈറ്റ് ചെയ്യുന്നു. ഇനി അടുത്ത് നോക്കി, മൂന്നാമത്തെ അസസ്മെന്റ് ഓഫ് കൊട്ടേഷൻ ഓഫ് ബിഡ്സ് ഓർ ബിഡ്സ്. കൊട്ടേഷൻസ് അസസ് ചെയ്യുന്നു. ബിഡ്സ് എന്ന് പറഞ്ഞാൽ ലേലം വിളിക്കാന്ന്. കൊട്ടേഷൻസ് നമ്മൾ അസസ് ചെയ്യുന്നു, അത് നമ്മൾ ലേലം വിളിക്കുന്നു. അതായത് ആ കൊട്ടേഷൻ നമ്മൾ സ്വീകരിക്കുന്നു. അസസ്മെന്റ് ഓഫ് കൊട്ടേഷൻ ഓർ ബിഡ്സ്, BIDS, ലേലം വിളിക്കുക. 3 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരുന്നത് കേട്ടോ. നിങ്ങൾ അതിലേ ആ പ്രൈം ഡിഫറൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേരെ കേട്ടോ. പറയാൻ മറന്നുപോയതാണ്. ഓർഡിനറി പർച്ചേസും ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസും തമ്മിലുള്ള പ്രൈം ഡിഫറൻസ്. ഇതിന് 3 ways to obtain item to an organization. ഒരു ഓർഗനൈസേഷനിലേക്ക് ഐറ്റംസ് ലഭിക്കുന്ന 3 രീതികൾ. ബാക്കി അവിടെ വരെ ഒന്ന് നോക്കി വെക്കട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. 3 രീതികൾ അവിടെ വരെ ക്ലിയർ അല്ലേ? പുതിയ എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യുന്നു, യൂസ്ഡ് അല്ലെങ്കിൽ ഓൾഡ് എക്യുപ്മെന്റ്സ് വാങ്ങുന്നു, അല്ലെങ്കിൽ നമ്മൾ ലീസിങ്ങിന് എടുക്കുന്നു, വാടകയ്ക്ക് അല്ലെങ്കിൽ പാട്ടത്തിന് എടുക്കുന്നു. ഓക്കെ, അത്രയും നോക്കും. ബാക്കി ക്ലാസ്സിൽ ഓക്കെ. നെക്സ്റ്റ് മാം ഇപ്പൊ ജോയിൻ ചെയ്തു കേട്ടോ. ഓക്കെ, താങ്ക് യു.